ഹായ് സ്റ്റുഡൻസ്, അപ്പോൾ നമുക്ക് ഇലക്ട്രോ കെമിസ്ട്രി ചാപ്റ്ററിലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂമറിക്കൽസ് നോക്കിയാലോ. ഇവിടെ നോക്കിക്കേ, ഈ ക്വസ്റ്റ്യൻ്റെ മെയിൻ കൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഇവിടെ 3 സെൽസ് ഉണ്ട്, എക്സ് വൈ ഇസഡ്. ഇത് ഏത് സീരിയൽ കണക്ഷനിലാണ് കണക്ട് ചെയ്തേക്കുന്നത്. അതേപോലെ എക്സ് ഏതിനെ കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്, സിൽവർ നൈട്രേറ്റ് ഉണ്ട്. വൈന് കോപ്പർ സൾഫേറ്റും അതേപോലെ ഇസഡിന് എന്താണ്, അലൂമിനിയം ക്ലോറൈഡ് ഉണ്ട്. അപ്പം സീരീസ് കണക്ഷൻ ആയതുകൊണ്ടിട്ട് തന്നെ എന്താണ്, സെയിം കറന്റ് എല്ലാ സെൽസിലേക്കും ഫ്ലോ ചെയ്യുന്നുണ്ട്. അപ്പം ക്വസ്റ്റ്യനിൽ പറയുന്നത് എന്താണ്, സെയിം കറന്റും സെയിം ടൈമും ആണ് യൂസ് ചെയ്യുന്നതെന്ന് എക്സ്പെഷ്യലി അവിടെ എടുത്തു പറയുന്നുണ്ട്. അപ്പൊ എന്താണ്, Q ഇസ് ഇക്വൽ ടു ഐ ടി, ദാറ്റ് ഇസ് ഐ എന്ന് നോക്കുന്നത് കറന്റും ടി എന്ന് നോക്കുന്നത് ടൈമും ആണ്. അത് രണ്ടും എന്താണ്, കറന്റും ടൈമും സെയിം ആവുമ്പോൾ Q ഇസ് ഇക്വൽ ടു ഐ ടി എന്ന് വന്നു. അപ്പം ചാർജ് എന്താണ്, എല്ലാ സെൽസിലും സെയിം ആയിരിക്കും. മീൻസ് Q ഇസ് ഇക്വൽ ടു ഐ ടി ആവുമ്പം ഐയും ടിയും സെയിം ആവുമ്പം ചാർജ് എല്ലാ സെൽസിലും എന്താണ്, സെയിം ആയിരിക്കും. ഇതാണ് ഈ ക്വസ്റ്റ്യന്റെ മെയിൻ കൺസെപ്റ്റ്. സോ നമ്മൾ ഫസ്റ്റ് കേസിൽ വരുമ്പോൾ, സിൽവർ നൈട്രേറ്റിന്റെ കേസിൽ വരുമ്പോഴത്തേക്ക് റിയാക്ഷൻ നമ്മൾ ഇവിടെ എഴുതുന്നുണ്ട്, Ag പ്ലസ് പ്ലസ് ഇലക്ട്രോൺ പോകുന്നുണ്ട്, അപ്പൊ Ag ആവുന്നുണ്ട് അല്ലെ, സിൽവർ ആവുന്നുണ്ട്. അപ്പൊ ഒരു സിൽവർ ആറ്റം എന്താണ് അവിടെ ഡെപ്പോസിറ്റ് ആവുന്നുണ്ട്, അപ്പൊ ഒരു ഇലക്ട്രോൺ മതി. സോ അപ്പൊ Ag ഡെപ്പോസിറ്റഡ് എത്രയാണ്, 1.08 ഗ്രാംസ് ആണ്. Agന്റെ ആറ്റോമിക് മാസ് മീൻസ് സിൽവറിന്റെ ആറ്റോമിക് മാസ് ഓൾറെഡി ഇവിടെ ഉണ്ട്, 108 എന്നുള്ളത്. എന്താണ്, മോൾസ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഡെപ്പോസിറ്റഡ് വാല്യൂ മാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ് ചെയ്യുന്നുണ്ട്, 0.1 എന്നുള്ളത് കിട്ടി. 0.1 മോൾസ് ഏത് സിൽവർ നൈട്രേറ്റിന്റെ കേസിൽ നമുക്ക് ആൻസർ കിട്ടിയിട്ടുണ്ട്. ഇനിയും അടുത്തതാണ് വൈയുടെ കേസിൽ. എക്സ് നോക്കി, വൈയുടെ കേസിൽ എന്താണ്, കോപ്പർ സൾഫേറ്റ് ആണ്. അതിന്റെ കേസ് എടുക്കുമ്പോൾ എന്താണ് വരുന്നത്, നമ്മൾ ഇക്വേഷൻ എഴുതുന്നുണ്ട്, Cu2++2 ഇലക്ട്രോൺസ് ഗീവ്സ് Cu. ഒരു Cu ആറ്റം ഡിപ്പോസിറ്റ് ആവാൻ വേണ്ടിയിട്ട് 2 ഇലക്ട്രോൺസ് വേണം അല്ലെ. അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, അപ്പൊ മോൾസ്, അപ്പൊ എങ്ങനെയാണ് മോൾസ് കണ്ടുപിടിക്കുന്നത്, N2 ആണെന്നറിയാം. അപ്പൊ മോൾസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, മോൾസ് ഓഫ് ഇലക്ട്രോൺസ് ഡിവൈഡഡ് ബൈ N ചെയ്താൽ മതി. N എത്രയാണ്, 2. മോൾസ് എന്ന് പറയുന്നത് എത്രയാണ് വാല്യൂ വന്നിരിക്കുന്നത്, 0.01 ഇവിടെ ഉണ്ട് അല്ലെ. ഓക്കെ, അപ്പോഴത്തേക്ക് എന്താണ് നമുക്ക് ആൻസർ കിട്ടുന്നത്, മോൾസ് ഓഫ് Cu ഡെപ്പോസിറ്റഡ് എങ്ങനെയാണ് കിട്ടുന്നത്, മാസ് ഓഫ് Cu ഡെപ്പോസിറ്റഡ് എങ്ങനെയാണ്, മോൾസ് ഇൻറ്റു ആറ്റോമിക് മാസ്. മോൾസ് ഓൾറെഡി നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്, മാസ് 63.5 ഉണ്ട്, ഇത് മൾട്ടിപ്ലൈ ചെയ്യുക. ഇനിയും ഇസഡ് സെല്ലിന്റെ കേസിൽ വരുമ്പോൾ ഏതാണ്, അലൂമിനിയം ക്ലോറൈഡ് ആണ്. അലൂമിനിയം ക്ലോറൈഡിന്റെ കേസിൽ നമ്മൾ ഇക്വേഷൻ എഴുതുന്നുണ്ട്, ഒരു അലൂമിനിയം ഡെപ്പോസിറ്റ് ആവാൻ വേണ്ടിയിട്ട് 3 ഇലക്ട്രോൺസ് വേണം. അപ്പൊ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, മീൻസ് മോൾസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, മോൾസ് ഓഫ് ഇലക്ട്രോൺ ഡിവൈഡഡ് ബൈ N. മോൾസ് ഓഫ് ഇലക്ട്രോൺ ഇവിടെ 0.01 ഉണ്ട്, അതേ ഡിവൈഡഡ് ബൈ 3 ചെയ്യുന്നു. സോ 0.003